നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തുടർന്നുള്ള 3 ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ചൊവ്വാഴ്ച രാത്രി 11:30 വരെ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ചൊവ്വാഴ്ച രാത്രി 11:30 വരെ കന്യാകുമാരി തീരത്ത് 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ദുർബലമായി തുടരും. പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കുറഞ്ഞതോടുകൂടിയാണ് ഇത്. ഇന്ന് പല ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. വിവിധ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും കേരളത്തിലെ അന്തരീക്ഷം സ്ഥിതി കാര്യമായ മാറ്റം സൃഷ്ടിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ. ഇടയ്ക്ക് പല ജില്ലകളിലും മഴ വലിയ നാശം വിതച്ചെങ്കിലും സംസ്ഥാനത്തെ മഴക്കുറവ് 23% തുടരുകയാണ്. 1588.4 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇന്നലെ വരെ 1222.7 മില്ലിമീറ്ററാണ് ലഭിച്ചത്. മലയോര ജില്ലകളായ വയനാടും ഇടുക്കിയുമാണ് ഏറ്റവും കുറവ് മഴ. വയനാട് 51%, ഇടുക്കി 45% എന്നിങ്ങനെയാണ് മഴക്കുറവ്. എറണാകുളം, പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ മഴ കുറവായിരിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, കോട്ടയം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ശരാശരി മഴ ലഭിച്ചു. ജലനിരപ്പ് 57% ഉണ്ടായിരുന്നത്. KSEB ഡാമുകളിലെ ആകെ ജലനിരപ്പ് 57%. കഴിഞ്ഞ വർഷം ഇതേ സമയം 79% ഇടുക്കിയിൽ കഴിഞ്ഞ വർഷം 74% ജലനിരപ്പ്. ഇപ്പോൾ 55% ആയിട്ടുള്ളൂ എന്നത് ഞെട്ടിക്കുന്ന കണക്കാണ്. മഴ നിന്നു. മഴക്കെടുതി രൂക്ഷമായിരുന്നു. 28ഓളം പേർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇങ്ങനെയാണ് തുടരുന്നത്.